ഏ കടലിൽ മഴ ഉണ്ടല്ല, കടലിൻ്റെ ഉള്ളിൽ മഴ ഉണ്ടാവൂല. ഞങ്ങളിന്ന് സത്യം പറഞ്ഞ വെറുതൊക്കെയായിരുന്നു അവിടെ, നേരെ കടപ്പുറത്തേക്ക് പോന്നാട്ടാ മോന്. എങ്ങനെയുണ്ട്? ഉഷാറല്ല? നല്ല വൈബാട്ട മക്കളെ. എന്താ പറയുക, വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ പൊന്നു മക്കളെ. നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ കൊടുന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. പരമാവധി നമ്മളെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, കൊടുന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യണ്ടേ, കടലിലേക്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ ചിലവർ ഡേഞ്ചർ പോക്കുണ്ടാവും. എന്താ രസം എന്നറിയാം കാണാൻ തന്നെ. ഇങ്ങനെ കടല് സംഭവം അത്രയും വെള്ളം കേട്ടോ, അത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ. കാലാവസ്ഥാ നിരീക്ഷകര് കർശനായിട്ട് നിർദ്ദേശം നൽകണം. എന്തുകൊണ്ടാ അറിയോ, ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടാ. അത്രയും ഒഴുക്കാണ് കണ്ടങ്ങള്, വെള്ളത്തിൻ്റെ വരവൊക്കെയാണ്. എവിടെയാണ് ഇപ്പോൾ തരാം ശരിക്ക്. ഒരു സമയത്ത് കടൽ എത്രയോ ദൂരത്താവും, ഇവിടുന്ന് എന്തായാലും ഒരു 40-30 കിലോമീറ്റർ അപ്പുറത്താവും കടലുള്ളത്. പക്ഷേ ഇപ്പം അത്രയും എന്താണ് അടുത്താണ് കടൽ വരണേ. ഈ സത്യം പറഞ്ഞാൽ കുട്ടികളുടെയൊക്കെ നല്ല സ്വസ്ഥത ഉള്ള സമയമാണ് കേട്ടോ. കുട്ടികളെ വല്ലാ പൊട്ടിത്തെറിപ്പ് കാട്ടാൻ പറ്റില്ലാണെങ്കിൽ കടപ്പുറത്ത് കാണാൻ വരാൻ പറ്റിയ സമയം കേട്ടോ. ദൂരത്തിരുന്ന് നോക്കണം, കടലിലേക്ക് ഇറങ്ങരുത്. കണ്ട നിങ്ങൾ അവിടെ കുട്ടികൾ കണ്ടില്ല, നിങ്ങൾ കടലിലേക്ക് ഇറങ്ങിയിരിക്കണം. പക്ഷേ അത് ഡേഞ്ചറാട്ടോ ആ സംഭവം. കണ്ട നിങ്ങൾ കടലിലേക്ക് 2 പെൺകുട്ടികൾ ഇറങ്ങിയിരിക്കണേ, എന്താ വെച്ചാൽ വെരി ഡേഞ്ചറാട്ടോ. കാരണം നമ്മൾ പറഞ്ഞോടത്താവൂലേ ഇപ്പം സംഭവം, നമ്മളെ വിചാരിച്ചോടത്താവൂല കിട്ടല്. ഇത് ഈ കടലിൻ്റെ അടിക്ക് ഭയങ്കര ഒഴുക്കുണ്ടാവും ഒന്നാമത്. അപ്പോൾ അത് പ്രശ്നമാണത്, വെരി ഡേഞ്ചറാ. നിങ്ങൾക്ക് കാണുന്നുണ്ട് പക്ഷേ ഉൾഭാഗത്ത് തിര പറഞ്ഞാൽ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഉൾഭാഗത്ത് അത്രോ ഉള്ളിലിതാ സൂം ചെയ്ത് കൊണ്ടാൽ ഉൾഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് അറിയാം, തിരങ്ങനെ മറിച്ചിലുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യമായിട്ട് കാണാം. അത്രയും ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിര മറിയുണ്ട്. ആ ഊടൊക്കെ ആ ഭാഗത്തൊക്കെ എന്തുണ്ട് ഇങ്ങനെ ഉണ്ട് ടോക്കണി. വെള്ളത്തിൻ്റെ വരവാക്കാണ്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞേ കേൾക്കുന്നുണ്ടാ? എനിക്ക് ശരിക്കും പണിയുള്ളത്. അപ്പോൾ ഞാൻ കടൽ കാണാച്ചിട്ട് ഇങ്ങനെ വന്നാട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസം എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാ. ഈ കടൽ വന്ന് കണ്ടില്ല ഏറ്റവും രസമുള്ള സമയമാണ് ഇപ്പോൾ. ഒരേപോലെ തിര അടിക്കണുണ്ടെങ്കിൽ ഒരേപോലെ തിര വരണുണ്ട്. ആ ദൂരത്ത് വരണ നോക്കാണ് തിര. കേൾക്കുന്നുണ്ട് പറഞ്ഞേ, അല്ലെങ്കിൽ ലൈവ് കട്ടാക്കണം. അതാണ് ലൈവ് കട്ടാക്കി വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേപോലെ തിര വരണേ കാണില്ല കേട്ടാ. നമ്മളിങ്ങനെ ഇവിടെ അടിക്കും, പിന്നെ അവിടെ അടിക്കും, പിന്നെ ഇവിടെ അടിക്കും. പക്ഷെ ഇത് നോക്കുകയാണെങ്കിൽ വെള്ളം അണകൾ ഒരേ ലൈനിൽ തിര വരണേ. അതാണ് ഈ പ്രതിഭാസം. ഈ കടലിൽ ശരിക്കും ഇപ്പം മീൻ പിടിക്കാനൊന്നും പോകരുതെന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ് കേട്ടോ. ഒന്നാമത് ഈ ജോയിൻ്റ് മുറിയാതെയാണ് കടലിൽ തിര വരുന്നത്. കാരണം ജോയിൻ്റ് മുറി എവിടെ. പിന്നെ ഉൾഭാഗത്തൊക്കെ അത്ര ദൂരത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണുന്നുണ്ടോ, അത്ര ദൂരത്ത് എന്തുണ്ട് വരാ കടൽ മറയുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ഇവിടെ മാത്രം കടൽ മറയുള്ളൂ സാധാരണഗതിയിൽ. പക്ഷെ ഇതിപ്പോൾ എത്രയോ ദൂരം, കിലോമീറ്റർ കണക്കിന് ദൂരത്തും കടൽ മറയുണ്ട്. കമൻറ്റ് ബോക്സ് ഓഫാണ് എൻ്റെ.